നമുക്കിന്നൊരു മീൻ കറി തയ്യാറാക്കാം. അതിനായിട്ട് 500 ഗ്രാം മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 കൊച്ചുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. 6 പീസ് വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ ഉപ്പ്, ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 4 കൊച്ചുള്ളി, 1 കപ്പ് തേങ്ങ, 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഗ്യാസിലൊരു ചട്ടി വെച്ചിട്ട് ഈ പൊടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചട്ടി ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. തീ കുറച്ചിടണം, അല്ലേ കരിഞ്ഞു പോകും. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ഈ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഓവറായിട്ട് കരിഞ്ഞു പോകരുത്. ഈ മീൻകറി നമ്മൾ തേങ്ങയും കൂടെ അരച്ചാണ് വയ്ക്കുന്നത്. മീൻകറി പല തരത്തിൽ വെക്കും. ഇതിപ്പം മുളകൊക്കെ മൂപ്പിച്ചിട്ട് നമ്മൾ തേങ്ങ ഇട്ടാണ് വെക്കുന്നത്. പൊടിയൊക്കെ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഈ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. 4 കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനാവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഗ്യാസിലൊരു ചട്ടി വെച്ചിട്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചട്ടി ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക.
ഇപ്പോൾ ഉള്ളിയൊക്കെ ചെറിയൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഏകദേശം ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പിട്ട് കൊടുക്കുക. അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, 1 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ കൂട്ടി തന്നെ ഇടുക. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ടിട്ട് അടച്ച് വെച്ചതൊന്ന് വേവിക്കാം. ഇതൊരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവും. ഓരോ മീനിൻ്റെ അനുസരിച്ചാണ്. ഞാനിപ്പോൾ ഇത് ചൂരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചുകൂടെ വേവുണ്ട്. വേവ് കുറഞ്ഞതാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഈ മീൻ കറി റെഡിയാവും. ഇനി ഇത് തുറന്ന് സൈഡൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കട്ടിയില്ലാത്ത മീനാണ്, ഇളക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിയും എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂര ആയതുകൊണ്ട് നമ്മൾ സൈഡ് ഇളക്കിയാലും കുഴപ്പമില്ല, അത് പൊട്ടിപ്പോകത്തില്ല. തീരെ കട്ടി കുറഞ്ഞ മീനാണെങ്കിൽ നമ്മൾ ചട്ടിയുടെ 2 സൈഡിലും പിടിച്ച് ചുറ്റിക്കുകയേ ചെയ്യാവൂ, അല്ലെങ്കിൽ മാംസമെല്ലാം അടർന്നു പോകും. ഇനി ഇത് ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഇത് വേവിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനൊക്കെ ഏകദേശം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് തുറക്കാം. മീനൊക്കെ ഇപ്പോൾ ഏകദേശം കളറൊക്കെ മാറി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇടാം. മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൽ തന്നെ ഇരുന്നത് നല്ലപോലെ പറ്റും ആറി കഴിയുമ്പം. നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും.